ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠമേറിയ നാമത്തിൽ, ധന്യമുള്ള നാമത്തിൽ എല്ലാവരെയും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം കവനന്റ് എന്നുള്ളതാണ്. ഏബ്രഹാമിക് കവനന്റ് മുതല് വിവിധങ്ങളായ കവനന്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായത്തില് നാം ഇപ്രകാരം വായിക്കുന്നു. യേശു പറഞ്ഞു, "This is the blood of my new covenant that is shed for many for the remission of the sins." അനേകർക്ക് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിന്റെ എന്റെ രക്തം ആകുന്നു ഇത് എന്ന് കർത്താവ് പറഞ്ഞു. നമുക്ക് ആ ഭാഗത്തേക്ക്, ആ ബ്ലഡ് കവനന്റിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. രക്ത ഉടമ്പടിയാണ് ഇതെല്ലാം. നമ്മൾ കഴിഞ്ഞ ദിവസം മൊസൈക് കവനന്റ് അല്ലെങ്കിൽ മോശയോട് ചെയ്ത പ്രമാണത്തെ പറ്റിയാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ കവനന്റിന്റെ ഞാൻ പറഞ്ഞു, ആദ്യം അതിന്റെ ഒരു ബിഗിനിങ് ഉണ്ട്, അതിനുശേഷം അതിന്റെ ബോഡി ഓഫ് ദ കവനന്റ് ഉണ്ട്, അതിനുശേഷം അതിന്റെ പെർഫെക്ഷൻ അല്ലെങ്കിൽ അതിന്റെ കൺക്ലൂഷനിലേക്ക് വരുന്ന ഒരു ഭാഗം അബ്രഹാമിന്റെ ഉടമ്പടിയിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് ഇടയായി. എല്ലാവർക്കും അതൊക്കെയും അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്ന് കവനന്റിലേക്ക് വരുമ്പോൾ, മൊസൈക് കവനന്റ് ഈസ് കണ്ടീഷണൽ. ഇറ്റ്സ് ദ ബ്ലഡ് കവനന്റ് ആൻഡ് ഇറ്റ് ഈസ് കണ്ടീഷണൽ. നാം കഴിഞ്ഞ ദിവസം കണ്ടു കഴിഞ്ഞു, ഒരു പാപിയായ ഒരു വ്യക്തി താൻ പാപം ചെയ്യുമ്പോൾ സിൻ ഓഫറിങ്ങുമായിട്ട് മഹാപുരോഹിതന്റെ അടുത്തേക്ക് വരുന്നു. മഹാപുരോഹിതന്റെ അടുത്തേക്ക് വരുമ്പോൾ താൻ ഒരു യാഗ വസ്തുവിനെയും കൊണ്ട്, ഒരു യാഗമൃഗത്തെയും കൊണ്ടാണ് താൻ വരുന്നത്. ആ യാഗമൃഗത്തെ കൊണ്ടുവന്ന് മഹാപുരോഹിതന്റെ അടുത്ത് നിർത്തുമ്പോൾ മഹാപുരോഹിതൻ ഈ പാപം ചെയ്ത വ്യക്തിയെ അല്ല നോക്കുന്നത്, മറിച്ച് ഈ യാഗവസ്തുവിനെയാണ് നോക്കുന്നത്. ഈ യാഗവസ്തുവിന് ഊനമുള്ളതാണോ, കുറവുകളും കുറ്റങ്ങളും ഉള്ളതാണോ, അതിന് ഒടിവോ ചതവോ മുറിവോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആ യാഗമൃഗത്തിന്റെ ചുറ്റുപാട് നടന്ന് മഹാപുരോഹിതൻ അതിനെ നോക്കി, ഇവൻ അതിനെ അറുത്ത ശേഷവും അതിന്റെ തോല് ഉരിഞ്ഞ് അതിന്റെ അവയവങ്ങളെല്ലാം വെള്ളത്തിൽ കഴുകി അതിന്റെ ആന്തരികമായിട്ട് അതിനെന്തെങ്കിലും ആകപ്പാടുകളുണ്ടോ, കുറവുകളുണ്ടോ എന്ന് മഹാപുരോഹിതൻ പരിശോധിക്കുന്നു. ഈ സമയത്തൊന്നും മഹാപുരോഹിതൻ ഈ പാപിയായ വ്യക്തിയെ അല്ല നോക്കുന്നത്. നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണോ നോക്കുന്നത്, അതോ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യാഗവസ്തുവിനെ നോക്കിക്കൊണ്ടാണോ ചെല്ലുന്നത്? പലപ്പോഴും നാം നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഫെയ്ത്ത് അവിടെ ഡ്രെയിൻ ഔട്ട് ചെയ്തു പോവുക ചെയ്യുന്നത്. എന്നാൽ നാം നമുക്ക് വേണ്ടി യാഗമായി തീർന്നതും കുറവുകളില്ലാത്ത, ഊനമില്ലാത്ത, കുറ്റമില്ലാത്ത ആ യേശുവിന്റെ ആ പെർഫെക്റ്റ് യാഗത്തിലേക്ക് നോക്കിക്കൊണ്ട് പിതാവിന്റെ അടുത്ത് നമ്മുടെ പ്രാർത്ഥനയുമായി ചെല്ലുമ്പോൾ നമ്മുടെ ഫെയ്ത്ത് അവിടെ വർദ്ധിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം നമുക്ക് നമ്മെ തന്നെ നോക്കി പിതാവിന്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലുവാൻ സാധിക്കത്തില്ല. അതിനുശേഷം ആ വ്യക്തി, പാപിയായ വ്യക്തിയോട് പുരോഹിതൻ പറയും, ഇനിയും ഈ യാഗവസ്തുവിന്റെ തലയിലേക്ക് കരം വെച്ച് നിന്റെ പാപങ്ങൾ ഏറ്റുപറയുക, അല്ലെങ്കിൽ കരം വെച്ച് ഐഡന്റിഫൈ ചെയ്യുക, യാഗവസ്തുവുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ഇവിടെ യാഗവസ്തുവുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒന്ന്, പാപിയായ ഈ വ്യക്തിയുടെ സകല പാപങ്ങളും ഈ വ്യക്തിയിലേക്ക്, ഈ യാഗവസ്തുവിലേക്ക് പ്രവേശിക്കുകയാണ്. തന്റെ സകല പാപങ്ങളും ഈ യാഗവസ്തുവിലേക്ക് പ്രവേശിക്കുന്നു. യാഗവസ്തുവിന്റെ ആ പെർഫെക്ഷൻ, ഊനമില്ലാത്ത അവസ്ഥ, കുറ്റമില്ലാത്ത അവസ്ഥ, അതിന്റെ പാപമില്ലാത്ത, അതിന്റെ നീതീകരണം, അതിന്റെ റൈറ്റ്യസ്നെസ് യാഗവസ്തുവിൽ നിന്ന് ഈ പാപിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനുശേഷം ഈ പാപിയായ വ്യക്തി, ഇനിയും പാപി എന്ന് പറയാൻ ഒക്കത്തില്ല, നീതീകരിക്കപ്പെട്ട വ്യക്തി പാപി ആയിരിക്കുന്ന ഈ യാഗവസ്തുവിനെ, കാരണം പാപം അതിലേക്ക് പ്രവേശിച്ചു,
യാഗവസ്തുവിലേക്ക് പാപം പ്രവേശിച്ചു, പാപത്തിന്റെ ശമ്പളം മരണം. ഇനിയും ആ യാഗമൃഗത്തെ അറക്കണം. ബാക്കി ഭാഗം പുരോഹിതനായി ചെയ്യുന്നത്. ഇനി ബ്ലഡ് എടുക്കുന്നത്. ഇത്രയുമാണ് നമ്മളെ വളരെ ഇത് ശക്തമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതും നമ്മൾ ശ്രമിച്ചതും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നാം കർത്താവിന്റെ അടുക്ക ചെല്ലുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നാം നമ്മിലേക്കല്ല നോക്കേണ്ടത്. വി നീഡ് ടു ലുക്ക് അറ്റ് ദ കംപ്ലീറ്റഡ് വർക്ക് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ പൂർത്തീകരിക്കപ്പെട്ട അവന്റെ പ്രവൃത്തിയിലേക്ക് നോക്കിക്കൊണ്ട് ആണ് നാം കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലേണ്ടത്. നാം പ്രാർത്ഥനയുടെ അവസാനം ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഐ ലുക്ക് ആൻഡ് ഐ ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ completed finished work of the Lord and Savior, my Savior Jesus Christ. ഞാൻ അവനിലേക്ക് നോക്കിക്കൊണ്ട് പിതാവേ നിന്റെ അടുത്തേക്ക് വരുന്നെന്നാ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തില് നാം പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ, അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തപ്പോൾ, അബ്രഹാമിക് ഉടമ്പടി എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ബ്ലഡ് കവനന്റ് ആണെന്ന് നാം കണ്ടു കഴിഞ്ഞു. അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുമ്പോൾ അബ്രഹാമിന് 3 കൂട്ടം കാര്യമാ ദൈവം അബ്രഹാമിനോട് ആ ഉടമ്പടിയിൽ ദൈവം കൊടുക്കുന്നു. ഒന്ന്, അബ്രഹാമിനോട് പറയുക, ഞാൻ നിനക്കൊരു ഭൂപ്രദേശം നിനക്ക് തരും, ഒരു ലാൻഡ് നിനക്ക് ഞാൻ നൽകി തരും. ആ ലാൻഡിന്റെ അതിർത്തികള് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തില് യാഗം കഴിച്ച ശേഷം ഒടുവിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും അങ്ങനെ ആ ലാൻഡിന്റെ വിഷയങ്ങൾ, അതിർത്തി എല്ലാം ദൈവം പറയുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ കണക്കനുസരിച്ച് നോക്കിയാൽ അത് ഈജിപ്തിന്റെ പല ഭാഗങ്ങള്, എത്യോപ്യയുടെ പല ഭാഗങ്ങള്, സൗദി അറേബ്യയുടെ പല ഭാഗങ്ങള്, ഇസ്രയേല്, ജോർഡൻ, സിറിയ, ലെബനോൻ, ഇറാഖ്, ഇറാൻ, അങ്ങനെ മെസൊപ്പൊട്ടേമിയ വരെ ഉള്ള ഭാഗങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുന്നത് ആ ലാൻഡ്. ഇതുവരെയും ആ ലാൻഡ് ഇസ്രയേലിന് കിട്ടിയിട്ടില്ല. അത് കിട്ടുന്നത് മില്ലേനിയത്തിൽ മാത്രമേ ആ ലാൻഡിന്റെ പെർഫെക്ഷനിലേക്ക്, കംപ്ലീഷനിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ 1-ാം ഭാഗം അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിനക്ക് ലാൻഡ് തരുമെന്ന്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 14 മുതൽ 15 വരെ നമുക്കൊന്ന് വായിക്കാം. ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിന്റെ 23 ഉൽപ്പത്തി പുസ്തകം 23-ന്റെ 16 മുതൽ 18 വരെയും 20-ാമത്തെ വാക്യവും അത് വായിക്കുന്നതിന് മുമ്പ് ഇവിടെ പറയുകയാണ്, ലോത്ത് വിട്ടു പിരിഞ്ഞു പോയ ശേഷം ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞു. ലോത്തിനെയും അപ്പനെയും ഒക്കെ വിട്ടേച്ച് പോകാനാണ് അബ്രഹാമിനോട് ദൈവം ആദ്യം പറഞ്ഞത്. എന്നാൽ അബ്രഹാം തന്റെ പിതാവായ തേരഹിനെയും കൊണ്ടാണ് വന്നത്. ഹാരാനിൽ വന്ന് പാർത്തു. അവിടെ പാർത്തു. തേരഹ് മരിച്ച ശേഷം ദൈവം പറഞ്ഞു പുറപ്പെടാൻ. അപ്പോൾ വീണ്ടും അബ്രഹാം കനാനിലേക്ക് പുറപ്പെട്ടു. കൂടെ ഇപ്പോഴും ലോത്തുണ്ട്. അവിടെ വന്ന് പ്രശ്നമായി നമുക്കറിയാം. അപ്പോൾ ഇനിയും ദൈവം സംസാരിക്കുന്നത്, ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം നീ ഇടത്തോട്ടും വലത്തോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും കിഴക്കോട്ടും എല്ലാം നീ നോക്കുക. ഈ കാണുന്ന ദേശമൊക്കെയും ഞാന് നിനക്ക് തരാം. എബ്രഹാമിക് അൺകണ്ടീഷണൽ കവനന്റ്, എബ്രഹാമിക് കവനന്റ്, ബ്ലഡ് കവനന്റ്, അൺകണ്ടീഷണൽ കവനന്റ്. ഓക്കെ, 23-ന്റെ 16 മുതൽ 18 വരെ 20-ാമത്തെ വാക്ക്. അബ്രഹാം എഫ്രൈമിന്റെ വാക്ക് സമ്മതിച്ചു. ഹിത്യർ കേൾക്കെ എഫ്രൈം പറഞ്ഞതുപോലെ കച്ചവടക്കാർക്ക് നടപ്പുള്ള 400 ശോക്കോൽ വെള്ളിയും അവന് തൂക്കിക്കൊടുത്തു. ഇങ്ങനെ മമ്മറിക്ക് എഫേലുള്ള മല നിലവും അതിലെ ഗുഹയും നിലത്തിന്റെ അകത്തുള്ള സകല വൃക്ഷങ്ങളും അവന്റെ നഗരവാസികളായ ഹിത്യരുടെ മുമ്പാകെ അബ്രഹാമിന് അവകാശമായി ഉറച്ചു കിട്ടി. അതിന്റെ ശേഷം അബ്രഹാം തന്റെ ഭാര്യയായ സാറയെ കനാൻ ദേശത്തിലെ ഹെബ്രോൻ എന്ന മമ്മറക്കരികെയുള്ള മഗ്നല നിലത്തിലെ ഗുഹയിൽ അടക്കം ചെയ്തു. ഇങ്ങനെ ഹിത്യർ ആ നിലവും അതിലെ ഗുഹയും അബ്രഹാമിന് ശ്മശനാവകാശമായി ഉറപ്പിച്ചു കൊടുത്തു. ഇന്ന് പല യൂട്യൂബിലെ പല വീഡിയോകളൊക്കെ കാണാം. ഇസ്രയേല് ആരുടെയാണ്? ആ ലാൻഡ് ആരുടെയാണ്?
അത് ആരുടെയാണെന്ന് അറിയണമെങ്കിൽ ചരിത്രത്തിലോട്ടല്ല പോകേണ്ടത്, ദൈവവചനത്തിലോട്ടാ പോകേണ്ടത്. ഇവിടെ 23-ാം അധ്യായത്തില് ഇവിടെ പറയുന്നുണ്ട്, ഈ ലാൻഡ് അബ്രഹാമിന് ദൈവം കൊടുത്തതാണ്. അബ്രഹാം 400 ശേക്കൽ വെള്ളി കൊടുത്ത് ഹിത്യരിൽ നിന്ന് ഹിറ്റൈറ്റ് ആയിട്ടുള്ള ഈഫ്രോണിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ സ്ഥലമാണ് ഈ കനാൻ ദേശം. അത് തന്റെ സഹധർമ്മിണിയായിരിക്കുന്ന സാറയെ അടക്കം ചെയ്യുവാൻ അബ്രഹാം ഒരു പൊതുസമക്ഷം ആ പട്ടണ നിവാസികൾ മുഴുവൻ കാണുകെ പട്ടണത്തിന്റെ വാതിൽക്കൽ വെച്ച്, ഗേറ്റിന്റെ വാതിൽക്കൽ വെച്ച് പട്ടണ പ്രമാണികളുടെ സമക്ഷം നിന്നുകൊണ്ട് വില കൊടുത്ത് അബ്രഹാം വാങ്ങിയതാണ് ഈ കനാൻ ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അബ്രഹാമിന് ലാൻഡ് കൊടുക്കുകയാണ്. ഉൽപ്പത്തി 15-ാം അധ്യായത്തില് അബ്രഹാമിന് ലാൻഡ് കൊടുക്കുന്ന കാര്യം അവിടെ നാം കണ്ടു. ഇനിയും നമുക്ക് അബ്രഹാമിനോട് പറഞ്ഞ മറ്റൊരു കാര്യം, ഞാൻ നിന്നെ ഒരു രാജ്യമാക്കി വരും. ഐ വിൽ മേക്ക് യു എ നേഷൻ. ഞാൻ നിന്നെ ഒരു രാജ്യമാക്കും. നീ ഒരു കിങ്ഡം ആയിട്ട് മാറും. ഒരു രാജ്യം നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. അപ്പോൾ അബ്രഹാമിക് കവനന്റിലെ രണ്ടാമത്തെ ഭാഗം, ആദ്യത്തെ ഭാഗം ലാൻഡ്, രണ്ടാമത്തെ ഭാഗം ഒരു കിങ്ഡം, ഒരു നേഷൻ നിന്നിൽ നിന്ന് ഉത്ഭവിക്കും എന്ന് ദൈവം അബ്രഹാമിനോട് പറയുക. നിനക്ക് ഞാന് ഒരു രാജ്യം, ഒരു നേഷൻ തരും. എവിടെയാണത് പറയുന്നത്? 2 ശമൂവേല് 7-ാം അധ്യായം, 2 ശമൂവേല് 7-ാം അധ്യായത്തിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യം. നിന്റെ ഉദരത്തിൽ നിന്നും പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ടും നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ നിദ്ര കൊള്ളുമ്പോ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പിക്കുകയും ചെയ്യും. അവൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയും. ഞാൻ അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടികൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടികൊണ്ടും ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുമ്പിൽ നിന്നും ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിൽ നിന്നും ഞാൻ എൻ്റെ ദയ നീക്കിയെടുത്തതുപോലെ അത് അവനിൽ നിന്നും നീങ്ങിപ്പോവുകയില്ല. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എന്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എന്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. ദാവീദിനോട് ദൈവം പറയുകയാണ്, നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും, നേഷൻ, എന്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കുമെന്ന് ദാവീദിനോട് പറയുക. അപ്പോൾ അബ്രഹാമിക ഉടമ്പടിയില് ദൈവം അബ്രഹാമിനോട് പ്രധാനമായിട്ട് പറയുന്നത്, ഞാൻ നിനക്കൊരു ലാൻഡ് നൽകി തരും. ദൈവം ആ മൊസൈക് കവനന്റ് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ, മൊസൈക് കവനന്റിൽ കൂടെയാണ് പ്രധാനമായിട്ടും പറയുന്നത്, ഞാൻ നിനക്കൊരു രാജ്യം നൽകി തരും, ഒരു നേഷൻ, ഒരു കിങ്ഡം നിന്നിൽ നിന്ന് ഉത്ഭവിക്കും എന്ന് അബ്രഹാമിനോട് പറഞ്ഞത്. അത് ഡേവിഡിക് കവനന്റ് അല്ലെങ്കിൽ മൊസൈക് കവനന്റിൽ കൂടി, ദാവീദിൽ കൂടി, ശലോമോനിൽ കൂടിയാണ് അത് പൂർത്തീകരിക്കുന്നത്. ദാവീദിനോട് പറഞ്ഞു, നിന്റെ കുടുംബം, നിന്റെ ഈ രാജ്യത്വം എന്നേക്കും നിലനിൽക്കുന്ന രാജ്യത്വമായിരിക്കും. നിന്റെ സന്തതി പരമ്പരകൾ അതിന്റെ രാജാക്കന്മാരായിരിക്കും എന്ന് ആ ദാവീദിനോട് ദൈവം അരുളി ചെയ്യുക. ഈ കിങ്ഡം ഓഫ് ഡേവിഡും കിങ്ഡം ഓഫ് ഗോഡും കൂടെ സംയോജിക്കുന്ന, ദൈവരാജ്യവും ദാവീദിന്റെ രാജ്യവും കൂടെ സംയോജിക്കാൻ പോകുന്ന ഒരു സമയം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നാം വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്ന 1000 ആണ്ട് വാഴ്ച അല്ലെങ്കിൽ മില്ലേനിയം. ദാവീദിന്റെ രാജ്യവും ദൈവരാജ്യവും കൂടെ അവിടെ ഒന്നു ചേരാൻ പോവുകയാണ്. അപ്പോൾ എബ്രഹാമിക് കവനന്റ് ലാൻഡ് തരുമെന്ന് പറഞ്ഞു, 2 രാജ്യം തരുമെന്ന് പറഞ്ഞു. 3ാമത് ബർത്ത് റൈറ്റ് ആൻഡ് ബ്ലെസ്സിങ്. എബ്രഹാമിക് കവനന്റിനോട് പറയുകയാണ്, ബർത്ത് റൈറ്റ് ആൻഡ് ബ്ലെസ്സിങ് നിനക്ക് തരും. ഐ വിൽ bless you. You shall be a blessing. I will bless those who bless you. I will curse those who curse you. In you, all the families
of the earth shall be blessed. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ ഇനി മൂന്നാമത്തെ ഭാഗം, ബർത്ത് റൈറ്റ് ആൻഡ് ബ്ലെസ്സിങ് അബ്രഹാമിന് നൽകി കൊടുക്കുക. ആ ബർത്ത് റൈറ്റ് ആൻഡ് ബ്ലെസ്സിങ് വന്ന കവനന്റ് ആണ് ന്യൂ കവനന്റ്. ബർത്ത് റൈറ്റ് ആൻഡ് ബ്ലെസ്സിങ് came through the new covenant. യേശു ക്രിസ്തുവിൽ കൂടി യേശു താൻ ന്യൂ കവനന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ ബർത്ത് റൈറ്റ് ആൻഡ് ബ്ലെസ്സിങ് നമുക്ക് വന്നു ചേർത്തിരിക്കുക. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം, അതാ സദ്വർത്താനം എന്ന് പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുക. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യേശുവിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ആ യേശുവിന്റെ മക്കളായി തീർന്ന, ദൈവത്തിന്റെ മക്കളായി തീർന്ന നമ്മൾ ഓരോരുത്തരിൽ കൂടെയും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നർത്ഥം. നമ്മൾ സംസാരിച്ചാൽ വ്യക്തികൾ, നമ്മുടെ ശബ്ദം കേൾക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ചവിട്ടുന്ന പട്ടണം അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ചവിട്ടുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ചെയ്യുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടും. ഇത് കർത്താവിന് അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി, അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ക്രിസ്തുയേശുവിൽ കൂടി, ക്രിസ്തുയേശുവിന്റെ മക്കളായി തീർന്ന നമ്മളിൽ ഓരോരുത്തരിൽ കൂടിയും അബ്രഹാമിനോട് ചെയ്ത ഈ ഉടമ്പടി, ബർത്ത് റൈറ്റ് ആൻഡ് ബ്ലെസ്സിങ് പൂർത്തീകരിക്കപ്പെടുകയാണ്. നമുക്കറിയാം അപ്പസ്തോല പ്രവൃത്തി 3:16 ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. അപ്പസ്തോല പ്രവൃത്തികൾ 3:26 എഴുതിയിരിക്കുകയാണ്, നിങ്ങളെ ഓരോരുത്തരെയും അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് വേർതിരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനായ യേശുവിനെ അയച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം യേശുവിനെ അയച്ചത് എന്തിനാണ്? നമ്മളെ അനുഗ്രഹിക്കേണ്ടത്. ആ അനുഗ്രഹിക്കേണ്ടതിന് നമ്മളെ നമ്മുടെ അതിക്രമങ്ങളിൽ നിന്ന്, അകൃത്യങ്ങളിൽ നിന്ന് വേർതിരിക്കേണ്ടതുണ്ട്. അങ്ങനെ വേർതിരിച്ച് നമ്മളെ അനുഗ്രഹിക്കുവാൻ യേശുവിനെ ദൈവം അയച്ചിരിക്കുക. ബർത്ത് റൈറ്റ് ആൻഡ് ബ്ലെസ്സിങ്. ഇനിയും ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ബർത്ത് റൈറ്റും കുടുംബത്തിന്റെ ബ്ലെസ്സിങ്ങും അതുപോലെ കുടുംബം സ്വത്ത് വിഭാഗിക്കുമ്പോൾ അതിന്റെ ഡബിൾ പോർഷനും പോകുന്നത് ആർക്കാണെന്നറിയാമോ? മൂത്തപുത്രൻ. എപ്പോഴും മൂത്തപുത്രനാണ് കുടുംബത്തിന്റെ ബർത്ത് റൈറ്റ്, ജ്യേഷ്ഠാവകാശം മൂത്തപുത്രനാണ്. ജ്യേഷ്ഠാവകാശത്തോട് ചേർന്ന് അനുബന്ധിച്ചു വരുന്ന കുടുംബ മഹിമ, കുടുംബ പാരമ്പര്യം, കുടുംബത്തിന്റെ അനുഗ്രഹം, ഇത് എല്ലാം ജ്യേഷ്ഠന് അവകാശപ്പെട്ടതാണ്. ഡബിൾ. സ്വത്ത് വിഭാഗിക്കുമ്പോൾ ജ്യേഷ്ഠന് അവകാശപ്പെട്ടതാണ് ഡബിൾ, മൂത്ത ജ്യേഷ്ഠാവകാശം. ഇനി നമ്മള് അബ്രഹാമിന്റെ ചരിത്രത്തിലോട്ട് വരുമ്പോ ഇതിന് നേരെ വിപരീതമായിട്ടാണ് കാണുന്നത്. മൂത്ത പുത്രനായ ഇശ്മയേലിനെ തള്ളിക്കളഞ്ഞിട്ട് ഇളയ പുത്രനായ യാക്കോബിനെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് ബർത്ത് റൈറ്റ് ആൻഡ് ബ്ലെസ്സിങ് കം അപ്പോൺ ഐസക്. ബർത്ത് റൈറ്റും ബ്ലെസ്സിങ്ങും മൂത്ത പുത്രനെ തള്ളിക്കളഞ്ഞ് ഇളയ പുത്രനായി യാക്കോബിന് വന്നു ചേർന്നു. ഇത് യാദൃച്ഛികമല്ല. യാക്കോബിന്റെ കാലത്ത് മൂത്ത പുത്രനായ ഏശാവിനെ തള്ളിക്കളഞ്ഞ് ഇളയ പുത്രനായ യാക്കോബിന്റെ മേൽ ബർത്ത് റൈറ്റും വന്നു, കുടുംബത്തിന്റെ അനുഗ്രഹങ്ങളും വന്നു, ഡബിൾ പോർഷനും വന്നു. അനുഗ്രഹം മുഴുവൻ യാക്കോബിന് വന്നു ഭവിച്ചു. അത് ഏതെല്ലാം രീതിയിൽ കൂടെ വന്നു ഭവിച്ചു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല ഇപ്പോഴത്തെ. അപ്പോൾ ബർത്ത് റൈറ്റ് ആൻഡ് ബ്ലെസ്സിങ് നൗ came upon ജേക്കബ്. ജേക്കബിന് ഇസ്രയേൽ എന്നൊരു പേര് കിട്ടി. ഇസ്രയേൽ എന്ന ലാൻഡിന് ഒരു പേരായി. ഇനിയും ജേക്കബിന്റെ പുത്രന്മാര് വന്നപ്പോൾ 12 പേര് വന്നു. 12 പേര് വന്നപ്പോൾ മൂത്ത പുത്രനായ രൂപന് വേണം ബർത്ത് റൈറ്റ് ആൻഡ് ബ്ലെസ്സിങ് പോകാൻ. എന്നാൽ യാക്കോബ്
ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ തന്റെ 12 മക്കളെയും വിളിച്ച് അനുഗ്രഹിക്കുമ്പോൾ യാക്കോബ് ആ ബർത്ത് റൈറ്റ് മൂത്ത പുത്രനായ രൂപന് കൊടുക്കുന്നില്ല. നീ നിന്റെ അപ്പന്റെ കിടക്കയെ അശുദ്ധമാക്കിയതുകൊണ്ട് ആ ബർത്ത് റൈറ്റ് രൂപന് നഷ്ടപ്പെട്ടു. മൂത്ത പുത്രനെ തള്ളിക്കളഞ്ഞു. മൂത്ത പുത്രനെ തള്ളിക്കളഞ്ഞിട്ട് ഡബിൾ പോർഷൻ ആർക്ക് കിട്ടിയെന്നറിയാമോ? ജോസഫിന് കിട്ടി. ജോസഫ് തന്റെ 2 മക്കളെ മനശ്ശയെയും ഈഫ്രൈമിനെയും കൊണ്ട് പിതാവായ യാക്കോബിന്റെ അടുത്തേക്ക് ചെന്നപ്പം പറഞ്ഞു, ഇവര് നിനക്ക് പകരം, നിന്റെ മക്കളാണ്, എന്നാൽ നിനക്ക് പകരം ജോസഫിനെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് പകരം ഈ മനാശയും ഈഫ്രൈമും എന്റെ മക്കളായിട്ട് ഞാൻ അങ്ങ് അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ 2 മക്കളെ കൂടെ യാക്കോബ് അഡോപ്റ്റ് ചെയ്തു. യോസഫിന് പകരം യോസഫിന്റെ മക്കളെ തന്റെ മക്കളായിട്ട് അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ യോസഫ് ഇവരെ അനുഗ്രഹിക്കുവാനായിട്ട് യാക്കോബിന്റെ മുൻപിലേക്ക് കൊണ്ടുപോയി. മനശ്ശ മൂത്തപുത്രൻ, ഈഫ്രൈം ഇളയപുത്രൻ. അപ്പോൾ നമുക്കറിയാം, കൊണ്ടുവന്ന് മനശ്ശയെ യാക്കോബിന്റെ വലത്ത് കൈയുടെ ഭാഗത്ത് നിർത്തി, ഈഫ്രൈമിനെ തന്റെ ഇടത് കൈയുടെ ഭാഗത്ത് നിർത്തി. അല്പം വയോധികനായ, കണ്ണിന്റെ കാഴ്ചയ്ക്ക് അല്പം മങ്ങലേറ്റ യാക്കോബിന്റെ അടുത്തേക്ക് ചെന്നു. യാക്കോബ് എന്ത് ചെയ്തെന്ന് നമുക്കറിയാം. യാക്കോബ് തന്റെ കൈ അങ്ങ് ക്രിസ്ക്രോസ് ചെയ്തു. തന്റെ വലത് കൈ എടുത്ത് ഈഫ്രൈമിന്റെ തലയിലും ഇടത് കൈ എടുത്ത് മനശ്ശയുടെ തലയിലും വെച്ച് അവരെ അനുഗ്രഹിച്ചു. ചുരുക്കം പറഞ്ഞാൽ യോസഫിന് പകരം ഡബിൾ പോർഷൻ മനശ്ശയ്ക്കും എഫ്രൈമിനും കിട്ടും. മൂത്ത പുത്രനായ രൂപനെ തള്ളിക്കളഞ്ഞ് ഡബിൾ പോർഷൻ എന്നാൽ യോസഫിന്റെ മക്കൾക്ക് വന്നു ചേർന്നു. ഇനിയും മറ്റൊരു വ്യക്തിക്കും കൂടെ യാക്കോബ് തന്റെ അനുഗ്രഹം കൊടുത്തു. രാജസിംഹാസനത്തിന്മേൽ വാണരുളേണ്ട മകനായിട്ട് മൂത്തപുത്രനായ രൂപനെ തള്ളിക്കളഞ്ഞിട്ട് ഇളയ പുത്രനായ ജൂഡയെയും കൂടെ തെരഞ്ഞെടുത്തു. ബർത്ത് റൈറ്റ് ജൂഡയ്ക്ക് കിട്ടി, ഡബിൾ പോർഷൻ യോസഫിന് കിട്ടി, യോസഫിന്റെ മക്കൾക്ക് കിട്ടി. എന്നാൽ ബർത്ത് റൈറ്റ് രൂപനെ തള്ളിക്കളഞ്ഞ് ജൂഡയ്ക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ അനുഗ്രഹത്തിന്റെ പട്ടികയിൽ ഉൽപ്പത്തി പുസ്തകം 49 പറയുന്നു, ലോ ഗിവർ വരുന്നത് വരെയും, ഷൈലോ വരുന്നത് വരെയും, അല്ലെങ്കിൽ ലോ ഗിവർ കൽപ്പന കൊടുക്കുന്നവൻ വരുന്നത് വരെയും ചെങ്കോൽ നിന്നിൽ നിന്ന് മാറിപ്പോകത്തില്ല. ചെങ്കോൽ പിടിക്കുന്ന രാജഭരണം നിന്നിൽ നിന്ന് മാറിപ്പോകത്തില്ല എന്ന് ജൂഡയെ അനുഗ്രഹിച്ചു. അതായത് യേശുക്രിസ്തു വരുന്നത് വരെയും ജൂഡയായിരിക്കും രാജഭരണം, അല്ലെങ്കിൽ ജൂഡയായിരിക്കും ഭരണകർത്താവ് എന്ന് അനുഗ്രഹിച്ചു. നമുക്കതറിയാം. ഇസ്രയേൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് 10 ഗോത്രം ഇസ്രയേലും 2 ഗോത്രം ജൂഡയും ബെഞ്ചമിനും. ജൂഡയായിരുന്നു അവിടുത്തെ ലീഡർ. ജൂഡയായിരുന്നു അംഗസംഖ്യയിൽ ഏറ്റവും വലിപ്പമേറിയ ഗോത്രം. ജൂഡയായിരുന്നു എല്ലാം കൊണ്ടും ലീഡർഷിപ്പ് വഹിച്ചിരുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം മൂത്ത പുത്രന് ലഭിക്കേണ്ട ബർത്ത് റൈറ്റ് ആൻഡ് ബ്ലെസ്സിങ് മൂത്ത പുത്രനെ തള്ളി ഇളയ പുത്രനാ വരുന്നത്. ജോസഫിന്റെ കാര്യം വന്നപ്പോൾ, തന്റെ മക്കളുടെ കാര്യം വന്നപ്പോഴും മനശ്ശയെ തള്ളിക്കളഞ്ഞ്, മൂത്തപുത്രനായ മനശ്ശയെ തള്ളിക്കളഞ്ഞ് അനുഗ്രഹം ഇളയപുത്രനായ ഈഫ്രൈമിന് വന്നു ഭവിച്ചു. ഇതില് ഒരു മർമ്മം അടങ്ങിയിട്ടുണ്ട്. ഈ പിന്തുടർച്ച ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മൂത്തപുത്രനായ, ദൈവത്തിന്റെ മൂത്തപുത്രനായ, ആദ്യജാതനായ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിട്ട്, പിതാവ് തള്ളിക്കളഞ്ഞിട്ട് ഇളയപുത്രന്മാരായ നമ്മെ ഓരോരുത്തരെയും ആ സ്ഥാനത്തേക്ക് അഡോപ്റ്റ് ചെയ്തിട്ട് ബർത്ത് റൈറ്റും ബ്ലെസ്സിങ്ങും നമ്മുടെ മേൽ നൽകി തന്നു.
യേശുവായിരുന്നു ആദ്യജാതൻ. എന്നാൽ ആ ആദ്യജാതനെ കാൽവറി ക്രൂശിൽ തള്ളിക്കളഞ്ഞ് പിതാവ് തന്റെ മുഖം അവനിൽ നിന്ന് തിരിച്ചിട്ട് ആ സ്ഥാനത്ത് എന്നെയും നിങ്ങളെയും പ്രതിഷ്ഠിച്ചു. ഇളയ മക്കളെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് ബർത്ത് റൈറ്റും ബ്ലെസ്സിങ്ങും നമുക്ക് ഓരോരുത്തർക്കും തന്നു. സകല ബർത്ത് റൈറ്റും ബ്ലെസ്സിങ്ങും നമുക്ക് ഓരോരുത്തർക്കും തന്നു. അതുകൊണ്ട് നാം അപ്പോസ്തല പ്രവൃത്തി 3:26 വായിക്കുന്നു, നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ അകൃത്യത്തിൽ നിന്ന് വേർതിരിച്ചിട്ട് നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന്. എന്തിന്? നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് ദൈവം യേശുവിനെ നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്നു. അവിടെ പഴയ നിയമത്തില് ഡബിൾ പോർഷൻ അനുഗ്രഹങ്ങളും മഹത്വവും ഇളയ സന്താനത്തിന് കൈവരുമ്പോൾ കർത്താവ് പറഞ്ഞു, തന്നോട് ചോദിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകി കൊടുക്കും. ഹല്ലേലൂയ. അപ്പോൾ ഡബിൾ പോർഷനും അവിടെ നിന്ന് അങ്ങ് മാറി. ഡബിൾ പോർഷൻ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അതിന്റെ ടൈപ്പ് ആൻഡ് ആന്റി ടൈപ്പ്, ഷാഡോ ആൻഡ് റിയാലിറ്റിയിലേക്ക് വന്നപ്പോൾ ഡബിൾ പോർഷൻ ഒക്കെ മാറിയിട്ട് ഇപ്പോൾ അൺലിമിറ്റഡ് പോർഷനായി. തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം അവൻ നൽകി കൊടുക്കുമെന്നാ പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ നൽകി തരാനിരിക്കുന്ന ഒരു കർത്താവ്, ചോദിക്കുന്നവർക്ക് നൽകി തരാനിരിക്കുന്ന ഒരു കർത്താവ്, പരിശുദ്ധാത്മാവിനെ യഥാർത്ഥമായിട്ട് ചോദിക്കുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക് ഒരു തടസ്സങ്ങളും കൂടാതെ നൽകി തരുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് അവിടെ നിന്ന് ഇതുവരെ പോയിട്ടില്ല. ബൈ ഞാൻ വേറൊരു ഭാഗത്തേക്ക് ഒന്ന് അറിയാതെ പോവുകയാണ്. ഇന്നലെയും ഇന്നുമായിട്ട് യഹൂദന്മാരുടെ കലണ്ടറിലെ റോഷസാന എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദ ഇയർ അല്ലെങ്കിൽ ന്യൂ ഇയർ. അവരുടെ റോഷസാന അല്ലെങ്കിൽ അവരുടെ ന്യൂ ഇയർ ആണ്. അതായത് അക്കോർഡിംഗ് ടു ദ ഹീബ്രു റിലീജിയസ് കലണ്ടർ, ദിസ് ഈസ് ദ 7th month, 7ാം മാസമായ ടിഷ്രി മാസമാണിത്. ടിഷ്രി മാസം 1-ാം തീയതിയും 2-ാം തീയതിയും അവരുടെ സിവിൽ കലണ്ടറിലെ ന്യൂ ഇയർ ആണ്. സിവിൽ കലണ്ടറിലെ 1-ാം മാസം, റിലീജിയസ് കലണ്ടറിലെ 7ാം മാസമായ ടിഷ്രി ഇന്ന് ന്യൂ ഇയർ ആണ്. റോഷ് ഹസാന അല്ലെങ്കിൽ ഹെഡ് ഓഫ് ന്യൂ ഇയർ. ഈ ന്യൂ ഇയർ പഴയ നിയമത്തിൽ നിന്ന് പറഞ്ഞാൽ ന്യൂ ഇയറിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാമോ? ഫീസ്റ്റ് ഓഫ് ദ ട്രംപറ്റ്സ്, കാഹളപ്പെരുന്നാൾ. റോഷ് ഹസാന അല്ലെങ്കിൽ ന്യൂ ഇയർ എന്ന് പറയുന്നത് കാഹളപ്പെരുന്നാൾ. ഞാൻ ഇന്നലെ കണ്ടു അവരുടെ സിനഗോഗില് അവര് കാഹളം ഊതുന്ന കണ്ടു. കാഹളം അവര് നീട്ടി, ഷോഫാർ അവര് നീട്ടി ഊതുക. പഴയ നിയമത്തിലെ പല ഭാഗങ്ങൾ വായിക്കുക. ഹല്ലേലൂയ. ഞാൻ ആ സാഹചര്യവശാൽ പെട്ടെന്ന് ഓർത്തപ്പോ അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മൂത്ത പുത്രനെ തള്ളിക്കളഞ്ഞ് ഇളയ പുത്രനെ സ്വസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ഞാൻ മറ്റേ വിഷയത്തിലേക്ക് ഇനി അത് ഇവിടെ നിർത്തിയിട്ട് മൊസൈക്ക് കവനന്റ് നമുക്ക് വീണ്ടും അടുത്ത ദിവസം നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയട്ടെ. അത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് ഞാൻ കരുതുന്നു. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു 4000 സംവത്സരം എടുത്തത് ആദം പാപം ചെയ്ത ശേഷം ഭൂമിയിലേക്ക് വരുവാൻ 4000 സംവത്സരം എന്തുകൊണ്ടെടുത്തു? ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞ് ആദം പാപം ചെയ്തു, പുറത്തു വന്നു. ആദ്യത്തെ ഒരു വർഷം തന്നെ യേശുവിനെ അങ്ങ് അയക്കാമായിരുന്നില്ല. അങ്ങനെ ആണെങ്കിൽ ഈ ഹ്യൂമാനിറ്റി ഇത്രയും കഷ്ടതയിൽ കൂടി, ഇത്രയും പ്രയാസത്തിൽ കൂടി, ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച്, എന്തെല്ലാം പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നു അല്ലെ? ഇത്രയൊക്കെ സഹിച്ച് ഇവര് പോകേണ്ട ആവശ്യമുണ്ടോ? പെട്ടെന്ന് ഇങ്ങ് വന്നിരുന്നെങ്കിൽ, ഒരു വർഷം കഴിഞ്ഞ് ആദം പാപം ചെയ്ത് ഒരു വർഷം കഴിഞ്ഞ് കർത്താവിന് വന്നുകൂടായിരുന്നു. എന്തുകൊണ്ട് 4000 വർഷം എടുത്തു? അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണുവാൻ സാധിക്കും. Let there be light. God said, let there be light. വെളിച്ചമുണ്ടാകട്ടെ എന്ന ദൈവം കൽപ്പിച്ചു. Let there be light.
let there be firmament, let there be sun, moon, star. ഇങ്ങനെ എല്ലാം ഉണ്ടാകട്ടെ 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 എന്ന് ദൈവം കൽപ്പിച്ചപ്പോഴാ ഉണ്ടായി. ദൈവം കൽപ്പിച്ചപ്പോഴാ ഉണ്ടായി. അപ്പോൾ ദൈവം സൃഷ്ടി ചെയ്യുന്ന ദൈവത്തിന്റെ പ്രധാന സൃഷ്ടി കർമ്മം നടന്നത് മുഴുവൻ തന്റെ വാക്കുകളിൽ കൂടിയാണ്, വചനത്തിൽ കൂടിയാണ്. തന്റെ വാക്കുകളിൽ കൂടിയാണ് താൻ സൃഷ്ടി ചെയ്തത്. ആദമിനെ സൃഷ്ടിച്ചപ്പോൾ താൻ മണ്ണെടുത്ത് ക്ലേ എടുത്ത് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി, തന്റെ കൈകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. പക്ഷേ മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ മനുഷ്യൻ ലൈഫ്ലെസ് ആയിട്ട്, ജീവനറ്റവനായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഭൂമിയുടെ പരപ്പ്. ജീവനില്ല. ദൈവം എന്തോ ചെയ്തു? താന് തന്റെ വായിൽ നിന്ന്, വായ് കൊണ്ട് അവന്റെ മേൽ ഊതി. വൈബ്രേഷണൽ എനർജി, സൗണ്ട് എനർജി താൻ തന്റെ വായ് കൊണ്ട് അവന്റെ മേൽ ഊതി. താൻ വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ തന്റെ വായിൽ നിന്ന് ശബ്ദം പുറപ്പെട്ടു. തന്റെ ശ്വാസം അവന്റെ മേൽ കയറിയപ്പോൾ ആദം ജീവനുള്ള ദേഹിയായി എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ആദമിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനത്താൽ, ദൈവത്തിന്റെ ശ്വാസത്താൽ അവന്റെ വായിൽ നിന്ന് അവൻ ഊതിയപ്പോൾ ആദമിന്റെ ആത്മാവ് അവന് കിട്ടി. ശരീരം കൈകൊണ്ടാ ഉണ്ടാക്കി. അപ്പോൾ ദൈവം ആദമിനെ ഏദൻ തോട്ടത്തിന്റെയും ഭൂമിയുടെയും ചാർജ് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നമ്മൾ പറഞ്ഞതാണ്, പ്രോസ്പർ, റീപ്രൊഡ്യൂസ്, ഫിൽ ദ എർത്ത്, ടേക്ക് ചാർജ്, ബി റെസ്പോൺസിബിൾ. ഇത്രയും പറഞ്ഞപ്പോൾ അധികാരം ദൈവം ആദമിന് കൊടുത്തു. ആദമിന് അധികാരം കൊടുത്ത ആദമിന്റെ അടുത്ത് ഒരു പാമ്പിന്റെ രൂപത്തിൽ പൈശാചികൻ വന്നിട്ട് ആദമിനെ എന്തുകൊണ്ടാണ് കൊത്താഞ്ഞത്? ആദമിനെ ചന്നം ചിഹ്നം ശരീരമാസകലം കൊത്തി മുറിവേൽപ്പിച്ച് അധികാരം താടാ എന്ന് ബലമായി പിടിച്ച് വാങ്ങാഞ്ഞത് എന്താ? കാരണം അധികാരി ആദമായതുകൊണ്ട്. അധികാരി ആദമായതുകൊണ്ട്. ആദം എങ്ങനെയാ തന്റെ അധികാരം ഉപയോഗിക്കുന്നത്? തന്റെ വാക്കുകൊണ്ട്. അല്ലാതെ വടിയെടുത്ത് അടിച്ചല്ല. അങ്ങനെ ഒരു പ്രസ്ഥാനം ഇല്ലല്ലോ. ആദം പാപം ചെയ്തിട്ടില്ല, പാപം ഭൂമിയിൽ പ്രവേശിച്ചിട്ടില്ല. അപ്പോൾ തന്റെ വാക്കുകൊണ്ടാണ് ആദം അധികാരം ഉപയോഗിക്കുന്നത്. മാറി നിൽക്ക് എന്ന് പറഞ്ഞാൽ മാറി നിന്നോളും. സിംഹത്തോട് ഇവിടെ വരിക, കം ഹിയർ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ അനുസരിക്കുന്നത് പോലെ ആ സിംഹം ഇങ്ങി വരും. ദൂതന്മാരോട് ഇന്നത് ചെയ്യുവാൻ ആദം ഉത്തരവിട്ടാൽ, വായുകൊണ്ട് ഉത്തരവിട്ടാൽ അവരത് ചെയ്യും. അപ്പോൾ ഈ അധികാരം പ്രയോഗിക്കേണ്ടത് വായു കൊണ്ടാണ്. സൃഷ്ടി നടത്തേണ്ടത് വായു കൊണ്ടാണ്. കർത്താവ് പറഞ്ഞു മോശ ആവർത്തന പുസ്തകം 18:15 പറഞ്ഞു, എന്നെ പോലെ ഒരു പ്രവാചകനെ ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. യേശുവിനെ പറ്റി പ്രവചനം പറഞ്ഞു. ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന്, യേശുവിനെ അയക്കുമെന്നുള്ള പ്രവചനം ദൈവം ആദമും ഹൗവയും കേൾക്കെ ദൈവം അവരോട് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, സ്ത്രീ പ്രസവിച്ചു. ഉൽപ്പത്തി 4:1 ആ സ്ത്രീ പ്രസവിച്ചു. സ്ത്രീ ഇത് കേട്ടു, നിന്റെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന്. നിന്നെ ചതിച്ച് നിന്നിൽ നിന്ന് അധികാരം പിടിച്ചു വാങ്ങിയ ആ വ്യക്തി ഉണ്ടല്ലോ, അവന്റെ തല തകർക്കുവാൻ നിന്റെ സന്തതി വരുമെന്ന് സ്ത്രീ ഇത് കേൾക്കുക. സ്ത്രീ ഏദൻ തോട്ടത്തിന് വെളിയിൽ വന്നു. സ്ത്രീ പ്രസവിച്ചു. സ്ത്രീ പേരിട്ടത് എന്താണെന്ന് അറിയാമോ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരുപാട് കമന്ററിയിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ അങ്ങനെയാണെന്ന് പറയപ്പെടുന്നു. എഴുതിയിരിക്കുന്നു, സ്ത്രീ പ്രസവിച്ചു, അവന് പേരിട്ടു ദൈവം എന്നർത്ഥമുള്ള കയീൻ. ദൈവം എന്ന് അവൾ പേരിട്ടു. ഹൗവ കയീന് പേരിട്ടത് എന്താണ്? ദൈവം എന്നർത്ഥമുള്ള കയീൻ. അവൾ ഓർത്തു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവനായിരിക്കും സർപ്പത്തിന്റെ തല തകർക്കുവാൻ പുറപ്പെട്ടവൻ. അവന് പേരിട്ടു ദൈവമെന്ന്, കയീനെന്ന്. എന്നാൽ അവനായിരുന്നില്ല മശിഹ എന്ന് നമുക്ക് മനസ്സിലായി. മോശ പ്രവചനം വിളിച്ചു പറഞ്ഞു,
എന്നെ പോലെ ഒരു പ്രവാചകൻ വരുന്നുണ്ട്. ദൈവം ആ വിശ്വാസത്തിന്റെ വചനം എടുത്ത് ദൈവത്തിന്റെ തുരുത്തിയിലേക്ക് ഇട്ടു. കാരണം യേശുവിനെ അയക്കണമെങ്കിൽ വിശ്വാസത്താൽ വിളിച്ചു പറയുന്ന വ്യക്തികൾ ഉണ്ടാകണം, അല്ലേ? ഒരുപാട് പേര് വിശ്വാസത്താൽ വാക്ക് വിളിച്ചു പറയണം, വിശ്വാസത്താൽ പറയണം. പറഞ്ഞാണ് നമ്മുടെ ഭാവി നാം തീരുമാനിക്കുന്നത്. നമ്മുടെ വാക്കുകൊണ്ട്, അധരം കൊണ്ടാണ് വി ബിൽഡ് അവർ ഫ്യൂച്ചർ. നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ നാം തരണം ചെയ്യുന്നത് നമ്മുടെ വായിൽ നിന്ന് വരുന്ന അധരത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ടാണ്. മോശ പറഞ്ഞു വിശ്വാസ വചനം, എന്നെ പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു വരും. ദൈവം ആ വിശ്വാസ വചനം തന്റെ തുരുത്തിയിലേക്ക് എടുത്തിട്ടു. ദൈവം അവിടെ സൂക്ഷിച്ചു വെച്ചു. ദൈവം പിന്നെയും നോക്കി, ആരെങ്കിലും പറയുമോ, ആരെങ്കിലും വിളിച്ചു പറയുമോ, ആരെങ്കിലും വിളിച്ചു പറയുമോ, ആരെങ്കിലും ഉണ്ടോ ഈ വിശ്വസിച്ച് വിളിച്ചു പറയുവാൻ? ദാവീദ് വിളിച്ചു പറഞ്ഞു. ദാവീദ് അനേക വിശ്വാസ വചനം വിളിച്ചു പറഞ്ഞു. ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അവന്റെ ജീവിതത്തെക്കുറിച്ചും ദാവീദ് രാജാവ് വിളിച്ചു പറഞ്ഞു. ആ വിശ്വാസ വചനം എല്ലാം എടുത്ത് ദൈവം ജാറിനകത്തിട്ടു, തുരുത്തിയിലാക്കി. ദൈവം നോക്കി, ഇനഫായോ? തന്റെ പുത്രനെ അയക്കാൻ ഇത്രയും വിശ്വാസ വചനം മതിയോ? ഇനഫായോ? പോരാ. യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഓ, യെശയ്യാവ് തന്നെ അത് വിശ്വസിച്ചോന്ന് അറിയത്തില്ല. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ അതിന്റെ മിറക്കിൾ എവിടാണെന്ന് അറിയാമോ? എ വിർജിൻ ഷാൽ കൺസീവ്. Still she is going to be a virgin. അവിടെ അതിന്റെ മിറക്കിള്. എ വിർജിൻ ഷാൽ കൺസീവ്. കന്യക ഗർഭിണിയാകും, ബട്ട് സ്റ്റിൽ ഷീ ഈസ് ഗോയിങ് ടു ബി എ വിർജിൻ. അവൾ പ്രസവിക്കും, ഒരു മകനെ പ്രസവിക്കും. സ്റ്റിൽ ഷീ ഈസ് ഗോയിങ് ടു ബി എ വിർജിൻ. യെശയ്യാവിനെ വിളിച്ചു പറയാൻ ഇച്ചിരി പ്രയാസം തോന്നുമായിരിക്കും, അല്ലെ? ഇതെങ്ങനെ സംഭവിക്കും? മാനുഷിക അറിവിൽ, മനുഷ്യന്റെ ജ്ഞാനത്തിൽ ഇത് നടക്കത്തില്ല. എങ്കിലും വിശ്വാസത്താൽ യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. കർത്താവ് ആ വിശ്വാസ വചനം തന്റെ തുരുത്തിയിലേക്ക് എടുത്തിട്ടു. അതിലേക്ക് നോക്കി, ഇനഫായോ? യേശുവിനെ അയക്കാനായില്ല. അങ്ങനെ അനേക വിശ്വാസ വീരന്മാർ യേശുവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞു. അവസാനം കന്യക മറിയാമിന്റെ അടുക്കൽ ചെന്നു, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. കന്യക സംശയമൊന്നും പ്രകടിപ്പിച്ചില്ല, ഒരു ക്യൂരിയോസിറ്റി ചോദിച്ചു. ഹൗ ക്യാൻ ദിസ് ബി, സിൻസ് ഐ ഡു നോട്ട് നോ, ഐ ഡിഡ് നോട്ട് നോ എ മാൻ. ഹൗ ക്യാൻ ദിസ് ബി, ഹൗ ക്യാൻ ദിസ് ബി പോസിബിൾ? അത് അവിശ്വാസമല്ല, അത് ക്യൂരിയോസിറ്റി. അവൾ ചോദിച്ചു. അപ്പോൾ ദൂതൻ പറഞ്ഞു, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് will come upon you. കന്യക ഉടനെ മറിയം വിളിച്ചു പറഞ്ഞു, Lord, let it be according to your will. നിന്റെ ഇഷ്ടം പോലെ എനിക്ക് സംഭവിക്കട്ടെ എന്ന് കന്യക വിളിച്ചു പറഞ്ഞു. ഓ, ആ വിശ്വാസവചനം എടുത്ത് ദൈവം തന്റെ തുരുത്തിയിലേക്ക് ഇട്ടു. നോക്കി, ഇനഫായോ എന്ന് വിശ്വാസം വിളിച്ചു പറഞ്ഞ മനുഷ്യൻ വിളിച്ചു പറഞ്ഞ വിശ്വാസ വചനങ്ങളെല്ലാം കൂടെ തന്റെ ജാറിനകത്താക്കി ദൈവം നോക്കി, ഇനഫായോ എന്ന് മനസ്സിലായി. ഇനഫായി. കന്യക അത് കംപ്ലീറ്റ് ചെയ്തു. കന്യക മറിയാം അത് കംപ്ലീറ്റ് ചെയ്തു. ഇനഫായി. വിശ്വാസ വചനം ഇനഫായി. ഇതാ ആ പൊടുന്നനവേ, she conceived a baby. അവൾ ഗർഭം ധരിച്ചു. പൊടുന്നനവേ, ആ നിമിഷം നിന്റെ ഇഷ്ടം പോലെ എനിക്ക് സംഭവിക്കട്ടെ എന്ന് പറയുകയും ആ നിമിഷം കന്യക ഗർഭിണിയാകുകയാണ്. അവിടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വാക്കുകളാണ് നമ്മുടെ അധികാരം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും കർത്താവ് നമുക്ക് തന്നിരിക്കുക. നമ്മുടെ അധികാരം ഉപയോഗിക്കേണ്ടത് നമ്മുടെ വാക്കുകളാലാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ടാണ് നാം സൃഷ്ടികർമ്മം ചെയ്യേണ്ടത്. നമ്മുടെ വാക്കുകൾ കൊണ്ടാണ് നാം നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടത്. നമ്മുടെ വാക്കുകൾ കൊണ്ടാണ് നാം നമ്മുടെ ആത്മീക ജീവിതം വിജയത്തിൽ മുന്നേറി പോകേണ്ടത്. ശലോമോൻ വിളിച്ചു പറഞ്ഞു, ജീവനും മരണവും, ലൈഫ് ആൻഡ് ഡെത്ത് ആർ അണ്ടർ ദ പവർ ഓഫ് യുവർ ടങ്. Those who
will eat, those who like it will eat the fruit of it. Life and death are under the power of our tongue. നമ്മുടെ നാവിന്റെ കീഴിലാണ്, നാവിന്റെ അറ്റത്താണ് ലൈഫ് ഇരിക്കുന്നതും ഡെത്ത് ഇരിക്കുന്നതും. മരണവും ഇരിക്കുന്നതും നമ്മുടെ നാവിൻ കീഴിലാണ്. ജനനവും സൃഷ്ടി ഇരിക്കുന്നതും നമ്മുടെ നാവിൻ കീഴിലാണ്. ലൈഫ് ഇരിക്കുന്നത്. നമുക്ക് എന്തിനെങ്കിലും ലൈഫ് കൊടുക്കണോ? ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കണോ? നമ്മൾ പറയണം. നമ്മുടെ ബാങ്ക് ബാലൻസിനോട് നമ്മൾ പറയണം. നമ്മുടെ കർത്താവ് ഒരിക്കല് ശിഷ്യന്മാരുമായിട്ട് ജെറുസലേമിലേക്ക് പോയി. തനിക്ക് വിശന്നു. Because he's a human. Because he's 100% human and 100% God. വിശന്നു. താൻ ഒരു അത്തിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അത്തിയിൽ നിറച്ച് ഇലയുണ്ട്. അത്തിയിൽ ഇല ഉണ്ടാകുന്നതിന് മുമ്പ് അത്തിഫലം, ഫിഗ് ഉണ്ടാകേണ്ടത്. അത് കഴിഞ്ഞ ഇല ഉണ്ടാകും. അപ്പൊ ഇലയുണ്ടായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് നിറച്ച് അത്തി, ഫിഗ് ട്രീ, ഫിഗ് ഇപ്പൊ അവിടെ ഉണ്ട്, അതിലുണ്ട് എന്നർത്ഥം. കർത്താവ് അതിന്റെ അടുത്തോട്ട് ചെന്നു. അടുത്തോട്ട് ചെന്നപ്പോൾ എന്തുവാ സംഭവിച്ചത്? അതില് ഒരത്തിയുമില്ല, ഫിഗ് ഒന്നുമില്ല. കർത്താവ് എന്തുവാ പറഞ്ഞ്? ലെറ്റ് നോ വൺ എവർ അഗെയിൻ ഈറ്റ് ഫ്രം യു. നിന്നിൽ നിന്നും ഇനിയും ആരും ഒരിക്കലും ഫലം പറിച്ച് തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു? അത്തിയോട് പറഞ്ഞു. അതൊന്ന് വായിച്ചു നോക്കണം. മർക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്, ജീസസ് ആൻസേർഡ് ദ ഫിഗ് ട്രീ എന്നാ എഴുതിയിരിക്കുന്നത്. യേശു അത്തിയോട് മറുപടി പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും എന്നോടൊരു ചോദ്യം ചോദിച്ചാലേ എനിക്ക് ഞാൻ പറയുന്നത് മറുപടിയാകും. അപ്പൊ അത്തി യേശുവിനോട് എന്തോ പറഞ്ഞു. യേശു അത്തിയുടെ അടുത്ത് ചെന്നപ്പോൾ അത്തി യേശുവിനോട് എന്തോ സംസാരിച്ചു. ജീസസ് ആൻസേർഡ്. യേശു അത്തിയോട് മറുപടി പറഞ്ഞു, ലെറ്റ് നോ വൺ എവർ അഗെയിൻ ഈറ്റ് ഫ്രൂട്ട് ഫ്രം യു. ഇനി നിന്നിൽ നിന്ന് ആരും ഒരിക്കലും ഫലം പറിച്ച് തിന്നാതെ ഇരിക്കട്ടെ. വാക്ക് പോയി. വാക്ക്, ലൈഫ് ആൻഡ് ഡെത്ത് ആർ അണ്ടർ ദ പവർ ഓഫ് യുവർ ടങ്. മരണവും ജീവനും നാവിന്റെ അധികാരത്തിന് കീഴിലിരിക്കുന്നു. നാവിന്റെ അധികാരത്തിന് കീഴിലിരിക്കുന്നു. അത്തിക്കൊന്നും സംഭവിച്ചില്ല. സംഭവിച്ചോ? ഇല്ല. പത്രോസും ശിഷ്യന്മാരും ഒക്കെ വിചാരിച്ചു എല്ലാ പ്രാവശ്യവും വർക്ക് ചെയ്ത് ഈ പ്രാവശ്യം പുള്ളി പറഞ്ഞിട്ടൊന്നും നടന്നില്ല. എനിവേ ഇവർ മുന്നോട്ട് പോയി. പത്രോസും ശിഷ്യന്മാരും നോക്കി ഒന്നും സംഭവിച്ചില്ല. അത്തിയോട് പറഞ്ഞു, ഒന്നും അത്തിക്ക് സംഭവിച്ചില്ല. അവര് പോയി യെരുശലേമിൽ ചെന്നു. അടുത്ത ദിവസം അവര് തിരികെ വരിക. മേ ബി 12 മണിക്കൂർ കഴിഞ്ഞു കാണും, അല്ലെ 24 മണിക്കൂർ കഴിഞ്ഞു കാണും. തിരികെ അതുവഴി വന്നപ്പോ പത്രോസ് പെട്ടെന്ന് പറഞ്ഞു, ഗുരു അങ്ങോട്ട് നോക്കി, അതെന്താ കാണുന്നെന്ന് നോക്കി. നീ ഇന്നലെ ശപിച്ച അത്തി ആണ്ട ഉണങ്ങിപ്പോയിരിക്കുന്നു. നീ ഇന്നലെ ശപിച്ച അത്തി ഉണങ്ങിപ്പോയിരിക്കുന്നു. യേശു എന്തെങ്കിലും ചെയ്തോ? വടിയെടുത്ത് അടിച്ചോ? പിച്ചാത്തി എടുത്ത് അതിനെ വെട്ടിക്കളഞ്ഞോ? ഇല്ല. വാക്ക് പറഞ്ഞതേ ഉള്ളൂ. അധികാരം ഉപയോഗിച്ചതേ ഉള്ളൂ. വാക്ക് പറഞ്ഞതേ ഉള്ളൂ. നിന്നിൽ നിന്ന് ആരും ഇനിയും ഫലം പറിച്ച് തിന്നാതെ ഇരിക്കട്ടെ. മരണവും ജീവനും നാവിന്റെ അധികാരത്തിന് കീഴിരിക്കുന്നു. അപ്പോൾ എപ്പോഴാണ് ഈ അത്തി ഉണങ്ങിയതെന്ന് അറിയാമോ? യേശു വാക്ക് പറഞ്ഞ ആ നിമിഷം അത്തി ഉണങ്ങി തുടങ്ങി. എവിടെ നിന്ന്? ഫ്രം റൂട്ട് അപ്പ് എഴുതിയിട്ടുണ്ട്. മർക്കോസ് എഴുതിയിരിക്കുന്നു, ഫ്രം റൂട്ട് അപ്പ് ഇറ്റ് ഡ്രൈഡ് ഔട്ട്. ഫ്രം റൂട്ട് അപ്പ്, വേര് മുതൽ മുകളിലോട്ട് അത് ഉണങ്ങിപ്പോയെന്ന് എഴുതിയിരിക്കുന്നത്. കർത്താവ് പറഞ്ഞ ആ നിമിഷം തന്നെ അത്തി ഉണങ്ങി. പുറമെ ഒന്നും കണ്ടില്ലെങ്കിലും, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഒന്നും കണ്ടില്ലെങ്കിലും വേരിന് ഇളക്കം സംഭവിച്ചു. വേരുണങ്ങി തുടങ്ങി. ബട്ട് മാനിഫെസ്റ്റേഷൻ വിൽ ടേക്ക് സം ടൈം.
അടുത്ത ദിവസമാണ് അത് മുഴുവൻ ഉണങ്ങിയിരിക്കുന്ന കണ്ട്. നമ്മള് രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ? രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ? നമ്മുടെ അസുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ? നമ്മുടെ ശരീരത്തിലെ വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ? അല്ല, കമാൻഡ് ചെയ്യത്തില്ലേ? നമ്മുടെ ശരീരത്തോട് പറയാൻ ബി നോർമൽ, ബി ഫങ്ഷണൽ എന്ന് നമ്മൾ കമാൻഡ് ചെയ്യത്തില്ലേ? ബി ഹീൽ, സൗഖ്യമാകുക എന്ന് നമ്മൾ വിശ്വാസത്തിൽ കമാൻഡ് ചെയ്യും. ആ നിമിഷം അത് സംഭവിച്ചിരിക്കുക. എന്നാൽ എന്റെ ഒരു ചോദ്യം, നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രയാസ ഘട്ടം എവിടാന്നറിയാമോ? ഫ്രം ദ ടൈം ദാറ്റ് വി സ്പോക്ക് അണ്ടിൽ ദ ടൈം ഓഫ് മാനിഫെസ്റ്റേഷൻ. നമ്മൾ സംസാരിച്ച ശേഷം, നമ്മുടെ വേദനയോട് സംസാരിച്ചിട്ട് ആ വേദന ഈ ഭൗതിക ശരീരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് വരെ ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡിൽ നമ്മൾ എന്തുവാ പറയുന്നത്? ടൈം പീരീഡിൽ പറയാണോ വേദന പോയില്ലല്ലോ, വേദന അവിടെ തന്നെ ഉണ്ടല്ലോ, പനിയുടെ ലക്ഷണമൊന്നും മാറിയില്ലല്ലോ, ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, വീണ്ടും പ്രാർത്ഥിക്കുകയാണോ ചെയ്യുന്നത്? അതോ ഇത് നടന്നു കഴിഞ്ഞതിനായി സ്തോത്രം പറയുകയാണോ? സിംറ്റം അവിടെ ഇരിക്കുമ്പോൾ തന്നെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് വരെ നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയുകയാണോ ചെയ്തത്? അതോ വേദന അവിടെ തന്നെ ഉണ്ടല്ലോ, വേദന ഉണ്ടല്ലോ, മാറിയില്ലല്ലോ എന്നാണോ പറയുന്നത്? മാറിക്കഴിഞ്ഞു. നമ്മൾ പറഞ്ഞ നിമിഷം മാറിക്കഴിഞ്ഞു. എന്റെ വിഷയം അതല്ല. എങ്കിലും കർത്താവ് ഭൂമിയിലേക്ക് ജഡം ധരിച്ചു വരണമെങ്കിൽ അനേകര് പറയണം. അതെല്ലാം കൂടെ പറയുവാൻ എല്ലാ വിശ്വാസ വചനം കൂടെ പറഞ്ഞ് അടുത്ത ദിവസം, അടുത്ത ആഴ്ച, അടുത്ത വർഷം യേശുവിനെ അയക്കാൻ തക്കവണ്ണം വിശ്വാസ വചനം പറയുവാൻ ദൈവം ആരെയും കണ്ടില്ല. അതുകൊണ്ട് ദൈവം അനേകരുടെ വായിൽ നിന്ന് വരുന്ന വിശ്വാസ വചനങ്ങൾ എല്ലാം ചേർത്തെടുത്തു വെച്ചു. അത് കംപ്ലീറ്റ് ആയപ്പോൾ തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായിട്ട് ഭൂമിയിലേക്ക് അയച്ചു. മറ്റൊരു വിഷയം എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരിക, ഞാൻ വളരെ വേഗം നിർത്തുകയാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, നമുക്ക് ഏതൊക്കെ വെപ്പണാ ഉള്ളത്, നമ്മൾ ഏതൊക്കെ ആയുധവർഗം, ദൈവത്തിന്റെ സർവായുധവർഗം നമ്മൾ ധരിക്കണമെന്ന് വായിക്കുന്നു. തലയില്, ഈ തല മുതൽ താഴോട്ട് തുടങ്ങിയാൽ മതി, അപ്പൊ നമുക്ക് അതിന്റെ ഓർഡറിൽ നമുക്ക് തെറ്റിക്കാതെ പറയാൻ പറ്റും. തലയില് നമ്മൾ ഹെൽമറ്റ് എടുത്തു വെച്ചിരിക്കുക, ഹെൽമറ്റ് ഓഫ് സാൽവേഷൻ. അത് നമ്മുടെ പൊസിഷൻ, അതവിടെ ഇരിപ്പുണ്ട്. നമ്മൾ വിശ്വസിച്ചാൽ മതി, ഇടയ്ക്കൊന്ന് തപ്പി നോക്കിയാൽ മതി അവിടെ ഉണ്ടോന്ന്. 2, ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചിയസ്നെസ്, ബ്രസ്റ്റ് പ്ലേറ്റ് വെച്ചിരിക്കുക, നീതിയുടെ ബ്രസ്റ്റ് പ്ലേറ്റ്. നാം വിശ്വസിച്ച് ആ യാഗവസ്തുവിന്റെ തലയിലേക്ക് കൈവച്ചപ്പോൾ, യേശുവാകുന്ന യാഗവസ്തുവിന്റെ തലയിലേക്ക് കൈവച്ചപ്പോൾ, ആ നീതി, ആ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചിയസ്നെസ് ഈ നെഞ്ചത്തേക്ക്, നമ്മുടെ ഈ നെഞ്ചത്തേക്ക് വന്ന് പതിച്ചിരിക്കുക, അവിടെ കെട്ടിവെച്ചിരിക്കുക. ഇനിയും ഒരു കയ്യില് വിശ്വാസം എന്ന പരിച, എ ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസം എന്ന പരിച ഈ കൈ പിടിച്ചിരിക്കുക. നാം വീണ്ടും ജനിച്ചപ്പോൾ കർത്താവിന്റെ വിശ്വാസം, ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമാണ്, എങ്കിലും അതിലേക്ക് കടക്കാൻ സമയമില്ല. കർത്താവിന്റെ വിശ്വാസം നമുക്ക് വെച്ചിരിക്കുക. ആരുടെ വിശ്വാസമാണ് നമുക്കുള്ളത്? രക്ഷയുടെ അനുഭവത്തിൽ വന്നപ്പം യേശുവിന്റെ അതേ വിശ്വാസം എടുത്ത് നമ്മിലേക്ക് വെച്ചിരിക്കുക. പത്രോസിന്റെ ലേഖനം, 1 പത്രോസ് എടുക്കണ്ട, 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യത്തിൽ വായിക്കുകയാണ്. പത്രോസ് എഴുതിയ, സഹോദരന്മാരെ, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം ലഭിച്ച നിങ്ങൾക്ക് ഞങ്ങൾ എഴുതുന്നു. ആർക്ക് ലഭിച്ച വിശ്വാസം? ഹല്ലേലൂയ. പത്രോസ് പറയുക, പത്രോസിന്റെ വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടെന്ന്. ഇതാ നമ്മൾ വിശ്വസിക്കേണ്ടത്, അല്ലെ? പത്രോസ് പറയുക, പത്രോസിന് ലഭിച്ച അതേ വിശ്വാസം കർത്താവ് രക്ഷയുടെ അനുഭവത്തിൽ വന്നപ്പോ നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ടെന്ന്. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ റോമർ 12, 1, 2, 3 പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പത്രോസിന്റെ വിശ്വാസമല്ല, യേശുവിന്റെ വിശ്വാസം നമുക്ക് തന്നിരിക്കുക. നമ്മൾ ആരും ചെറിയ മനുഷ്യരല്ല. യേശുവിന്റെ വിശ്വാസം, ഷീൽഡ് ഓഫ് ഫെയ്ത്ത്. ഇപ്പുറത്ത്
sword of the Lord, sword of the Spirit, word of God. ആത്മാവിന്റെ വാളെന്ന വചനമാകുന്ന വാള്, ആത്മാവിന്റെ വാള്. പിന്നെ സത്യം അരക്കി കെട്ടി സമാധാന സുവിശേഷത്തിനായുള്ള ചെരുപ്പ് കാലിലിട്ടുകൊണ്ട് ഇരിക്കുക. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞതെല്ലാം ഹെൽമെറ്റ്, ബ്രസ്റ്റ് പ്ലേറ്റ്, ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, ബെൽറ്റ് ഓഫ് ട്രൂത്ത്, ഗോസ്പൽ ഓഫ് പീസ് as your sandals, ഇതെല്ലാം ഡിഫെൻസീവ് ആണ്. ഇതെല്ലാം ഡിഫെൻസീവ് വെപ്പണ, ഒരെണ്ണം ഒഴിച്ച്. ഏതാണെന്നറിയാമോ? വെട്ടാൻ, ശത്രുവിനെ വെട്ടാൻ വാള് മാത്രമേ ഉള്ളൂ. മറ്റുള്ള എല്ലാം തടയാനുള്ളൂ. ഹെൽമെറ്റ്, ബ്രസ്റ്റ് പ്ലേറ്റ്, വിശ്വാസം എന്ന പരിച, ബെൽറ്റ്, ഇതൊന്നും അറ്റാക്ക് ചെയ്യാനുള്ളതല്ല. സമാധാന സുവിശേഷത്തിനായുള്ള സാൻഡൽസ്, ഇതൊന്നും അറ്റാക്ക് ചെയ്യാനുള്ളതല്ല. ഇതെല്ലാം ഡിഫെൻസീവ്. ഒഫെൻസീവായിട്ട് അറ്റാക്ക് ചെയ്യാൻ ഒരെണ്ണമേ ഉള്ളൂ. എന്താ അത്? സ്വോർഡ് ഓഫ് ദ സ്പിരിറ്റ്, ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ആത്മാവിന്റെ വചനം, ആത്മാവിന്റെ വാള് എന്ന് പറഞ്ഞാൽ വചനം എന്ന വാള്, അത് മാത്രമേ ഉള്ളൂ വെട്ടാൻ. എന്തുകൊണ്ട്? കാരണം devil is already defeated. He lost his power. He lost his authority. He don't have power. He don't have authority. ഇനി നമ്മള് പിശാചിനെ പരാജയപ്പെടുത്താൻ പോകണ്ട. വാക്ക് പറഞ്ഞാൽ മതി. വേർഡ് ഓഫ് ഗോഡ് കൊണ്ട് വെട്ടിയാ മതി. ബാക്കിയെല്ലാം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആയുധങ്ങളാണ്. നമ്മൾ വേർഡ് ഓഫ് ഗോഡ് മാത്രം ഉപയോഗിച്ചാൽ മതി. പിശാച് നമുക്കെതിരെ വന്നാൽ വാഗൊണ്ട് അധികാരം പറഞ്ഞാൽ മതി. വാഗൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സം നിന്നാൽ വേർഡ് പറഞ്ഞാൽ മതി, അധികാരം വിളിച്ച് പറഞ്ഞാൽ മതി. നമുക്ക് രോഗം വന്നാൽ കർത്താവിനോടല്ല പറയേണ്ടത്, നമ്മൾ അധികാരത്തിൽ നിന്നുകൊണ്ട് പിശാചിനോട് അധികാരത്തോട് വേർഡ് പറയണം, രോഗത്തോട് പറയണം. കർത്താവ് പറഞ്ഞ എന്തോ, ഞാനിത് പറയുമ്പോൾ ആരും എന്നെ കേട്ടിട്ടില്ലാത്തൊരു തെറ്റിദ്ധരിച്ചെടുക്കരുത്. കർത്താവ് പറഞ്ഞ ഏതെങ്കിലും പട്ടണത്തിൽ ചെന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഹീൽ ദ സിക്ക് and tell them that the kingdom of God is heaven. നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ചെന്നാൽ അവിടുത്തെ രോഗികളെ സൗഖ്യമാക്കുവീൻ. ആര് സൗഖ്യമാക്കാൻ? നമ്മൾ സൗഖ്യമാക്കും. മറിച്ച് നമ്മൾ എന്തോ ചെയ്യുന്നത്? നമ്മൾ കർത്താവിനോട് പറയും, കർത്താവേ നീ സൗഖ്യമാക്കാൻ. കർത്താവ് പറഞ്ഞ നമ്മൾ സൗഖ്യമാക്കാൻ കർത്താവ് വെറുതെ പറയത്തില്ലല്ലോ, അധികാരം തന്നിട്ടല്ലേ പറയത്തുള്ളൂ. ഹീൽ ദ സിക്ക്. ബൈബിളിൽ ഒരിടത്തെ പറഞ്ഞിട്ടുള്ളൂ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 13. അതിന് മറ്റൊരു റീസൺ ഉണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഹീൽ ദ സിക്ക്, യു ഗോ ആൻഡ് ഹീൽ ദ സിക്ക്. അപ്പൊ നമുക്ക് ഈ അധികാരം തിരിച്ചറിഞ്ഞെങ്കിലേ നമുക്കിത് ചെയ്യാൻ പറ്റും. നമുക്ക് ആ അധികാരമുണ്ട്. നമ്മുടെ ഒരു പ്രതിസന്ധി വന്നുവെങ്കിൽ നമ്മള് കർത്താവിനോടല്ല പറയേണ്ടത്, കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അധികാരത്തിന്റെ വാക്കുകൾ വിളിച്ചു പറയണം. സൗഖ്യമാകുന്നത് വരെ കമാൻഡ് ചെയ്ത ശേഷം പിന്നെ സൗഖ്യമാകുന്നത് വരെ എനിക്ക് രോഗം മാറി, അതിനായിട്ട് ദൈവത്തെ സ്തുതിച്ചാൽ മതി. അത് മാനിഫെസ്റ്റ് ചെയ്യുന്നവരെ ബ്ലഡ് പ്രഷറിനോട് കൽപ്പിക്കാൻ പോവാം അല്ലേ? ബ്ലഡ് പ്രഷർ നമ്മുടെ മുൻപിൽ പത്തി മടക്കിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അധികാരം ലഭിച്ചവരായി ഇവിടെ ഇരിക്കുന്നത്. വീണ്ടും ജനിച്ചവരാണെങ്കിൽ അധികാരം ലഭിച്ചവരായി ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ അത് തിരിച്ചറിഞ്ഞാൽ മതി. ബ്ലഡ് പ്രഷറിനോട് കൽപ്പിക്കുക ചെയ്യും. കർത്താവിനോട് പറയുകയല്ല, കർത്താവിനോട് അയ്യോ എന്റെ കർത്താവെ മാറ്റിത്തരണമെന്ന് പറയുകയല്ല. കർത്താവ് അന്നേരം പറയും, നിനക്ക് അധികാരം ഇല്ലേ, നീ അതെടുത്ത് ഉപയോഗിക്കാൻ പറയും, വാളെടുത്ത് വെട്ടാൻ പറയും. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, രോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പിശാചിനോട് പറയാൻ പോവാ, ഗെറ്റ് ഔട്ട്, യു ഹാവ് നോ റൂം ഹിയർ, റൈറ്റ്? ഗെറ്റ് ഔട്ട്. അപ്പോൾ ഈ അധികാരം നമുക്ക്, അപ്പോ ഞാൻ പറഞ്ഞത്, എന്റെ ചോദ്യം മാറിപ്പോയി. കർത്താവ് വരുവാൻ ഇത്രയും കാലതാമസം എടുത്തത് വിശ്വാസവചനം, അത്രയ്ക്കും വിശ്വാസവചനം നിറയെ പറഞ്ഞ് കർത്താവിന്റെ വരവ്
കൊണ്ടുവരുവാൻ തക്ക ഒരു വ്യക്തി പോലും ഉണ്ടായില്ല. അതാ കാരണം. എല്ലാവരും പറഞ്ഞു. മോശ പറഞ്ഞു, അബ്രഹാം പറഞ്ഞു, ദാവീദ് പറഞ്ഞു, ദാനിയേൽ പറഞ്ഞു. ഇവരെല്ലാവരും യേശുവിനെ പറ്റി പ്രവചനം പറഞ്ഞു. ഒരുപാട് പേരും പറഞ്ഞു. എന്നാൽ അത് കംപ്ലീറ്റ് ആയില്ല. അവസാനത്തെ ചെയിനായിട്ട്, അവസാനത്തെ ചങ്ങലയായിട്ട് മേരിയുടെ പറഞ്ഞപ്പോൾ, മറിയയുടെ പറഞ്ഞപ്പോൾ അത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ 4000 വർഷം കർത്താവ് വരവ് താമസിക്കാനുള്ള കാരണം ദൈവമല്ല. അതിന്റെ കാരണം നമ്മൾ ഓരോരുത്തരുമാണ്. ഭൂമി ജീവിച്ചിരുന്ന മനുഷ്യനാണ് ഈ കാലതാമസം വരുത്തിയത്. ദൈവം അടുത്ത ദിവസം തന്നെ അയച്ചേനെ. പക്ഷേ അതിന് ഉതകുന്ന വിശ്വാസം. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. നമുക്കിന്ന് എന്ത് ചെയ്യാൻ കഴിയും? 1 യോഹന്നാൻ 5-ാം അധ്യായം പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. വിശ്വാസ വചനം തന്നെ നമ്മൾ പറഞ്ഞാൽ മതി. പ്രതിസന്ധിയോട് നമ്മൾ പറഞ്ഞേച്ച് വീണ്ടും സിംറ്റം കാണുമ്പോൾ നമ്മൾ തിരിച്ചു പറയല്ലേ, അയ്യോ രോഗം മാറിയില്ലോ എന്ന് പറയരുത്. വീണ്ടും പറയുക. ദൈവത്തിന് സൗഖ്യമാക്കിയ ദൈവത്തിന് സ്തോത്രം പറയുക. സൗഖ്യമാക്കിയ ദൈവത്തിന് സ്തോത്രം പറയുക. ദൈവത്തിന് സ്തോത്രം.